ശബരിമല കൊടിമര നിർമ്മാണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്ത് വിജിലൻസ്. കൊടിമരത്തിന്റെ നിർമ്മാണത്തിന് സ്വർണം നൽകിയിരുന്നതായി സുരേഷ് ഗോപി മൊഴി നൽകി. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി അടുത്ത മാസം 2-ന് വിധി പറയും. ശബരിമലയിൽ പുതിയ കൊടിമരം നിർമ്മിച്ചതിൽ 27 പേർ സ്വർണം നൽകിയിരുന്നതായാണ് രേഖകളിലുള്ളത്. ഇവരുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. ഹൈക്കോടതി നിയോഗിച്ച സംഘം ഇന്നലെ സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തി. സ്വർണം നൽകിയിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതായി അറിഞ്ഞു. തന്റെ വിയർപ്പിന്റെ അംശം അതിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് സ്വർണം നൽകാൻ തീരുമാനിച്ചത്. വീട്ടിലുള്ള സ്വർണം ജ്വല്ലറിയിൽ കൊടുത്താണ് 24 കാരറ്റ് സ്വർണമാക്കിയതെന്നും സുരേഷ് ഗോപി മൊഴി നൽകി. നടൻ മോഹൻലാലും കൊടിമര നിർമ്മാണത്തിന് സ്വർണം നൽകിയിരുന്നതായാണ് വിവരം. മോഹൻലാലിൽ നിന്നും ഉടൻ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കൈമാറിയതായതിനാൽ എത്രത്തോളം സ്വർണ്ണമാണ് കൊടുത്തതെന്ന് പലർക്കും ഓർമ്മയില്ല. രസീത് ലഭിച്ചവരാകട്ടെ അത് സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്വർണ്ണമാണ് ലഭിച്ചതെന്ന് കണ്ടെത്തുന്നതും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെല്ലുവിളിയാകുന്നുണ്ട്. രേഖകളിലുള്ള 27 പേരെ കൂടാതെ മറ്റു ചിലരും സ്വർണം നൽകിയിരുന്നതായ സംശയമുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമവും വിജിലൻസ് ഊർജിതമാക്കി. ശബരിമലയിലെ പുതിയ കൊടിമരത്തിന്റെ നിർമ്മാണത്തിന് അഭിഭാഷക കമ്മീഷണർ കുറുപ്പിനെയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരുന്നത്. കുറുപ്പിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യും. അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൊടിമര നിർമ്മാണത്തിന്റെ മറവിൽ സ്വർണം തട്ടിയെടുത്തതായാണ് വിവരം. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവ് ലഭിച്ചാൽ കേസെടുത്ത് മുന്നോട്ട് പോകും. UDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ഭരണസമിതിയാണ് ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.